നമസ്തേ. ഇന്ന് നമുക്ക് അസ്ഥി എന്ന ക്രിയാപദത്തിൻ്റെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം രൂപങ്ങൾ കുറച്ച് ഉദാഹരണ സഹിതം നോക്കാം. അസ്ഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, നമ്മളിതിന് മുൻപ് നോക്കിയിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും കുറച്ച് എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ വെച്ച് നോക്കാം. ഏകവചനത്തിന് അസ്ഥി, ദ്വിവചനത്തിന് സ്തഹ, ബഹുവചനത്തിന് സന്ധി. രണ്ടിന് കൂടുതലാണെങ്കിൽ സന്ധി. ഇപ്പം ഇവിടെ ഞാൻ കുറച്ച് പദങ്ങൾ എഴുതിയിട്ടുണ്ട്. അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങൾ, അകാരാന്ത ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങൾ ഉണ്ട്. അതുപോലെ ഈകാരാന്ത ശബ്ദമുണ്ട്, ഉകാരാന്ത ശബ്ദമുണ്ട്, അകാരാന്ത നപുംസകലിംഗ ശബ്ദമുണ്ട്. ആദ്യം ഈ ശബ്ദങ്ങളൊക്കെ ഒന്ന് വായിക്കാം, അതിൻ്റെ അർത്ഥം നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതും ഈ ക്രിയയായിട്ടും എങ്ങനെ നമുക്ക് ബന്ധിപ്പിക്കാമെന്ന് നോക്കാം. അപ്പം ഇത് ക്രിയാപദങ്ങളാണ്, ഇത് നാമപദങ്ങളാണ്. ഇപ്പം ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഇത് നൗണും ഇത് വെർബും. മലയാളത്തിലും അങ്ങനെയല്ലേ പറയാം, ഇത് ക്രിയാപദം, ഇത് നാമപദം. അപ്പം ആലോചിക്കാം, ഒരു മീറ്റിംഗ് നടക്കുകയാണ്, ദേവന്മാരുടെ ഒരു മീറ്റിംഗ്. അപ്പോൾ പല പല ദേവന്മാർ, എല്ലാ ദേവന്മാരും വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വാഹനങ്ങളും വന്നിട്ടുണ്ട്. അപ്പം ആ മീറ്റിങ്ങിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറയണം നോക്കിയിട്ട്. അപ്പം ആ പദങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്, നമുക്ക് യോജിപ്പിക്കാം. ആദ്യം അർത്ഥം നോക്കാം. കുടുംബഹ, കുടുംബഹ, കുടുംബം മലയാളത്തിലുള്ളത് തന്നെയാണ്. അപ്പോൾ പല കുടുംബങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ. ഇന്ദ്ര കുടുംബമുണ്ട്, ശിവകുടുംബമുണ്ട്, വിഷ്ണു കുടുംബമുണ്ട്, അങ്ങനെ പല പല കുടുംബങ്ങൾ. കൈലാസഹ, കൈലാസം ശിവൻ്റെ വാസസ്ഥാനം. പാശഹ ദേവന്മാരുടെ കയ്യിലുണ്ടല്ലോ, നമ്മുടെ ഗണേശൻ്റെ കയ്യിലുണ്ട്, ദേവിയുടെ കയ്യിലുണ്ട് പാശം, കയറ്, പാശഹ. ശൂലഹ ശിവൻ്റെ കയ്യിലുള്ള ആയുധം, ശൂലഹ. കുന്തഹ എന്താണ്? കുന്തം, നമ്മുടെ സ്കന്ദൻ്റെ, മുരുകൻ്റെ കയ്യിലുള്ള ആയുധം. നമ്മൾ കളിക്ക് പറയുമല്ലോ, കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുകയാണല്ലോ. പക്ഷെ അതെന്താണ്? കുന്തം വിഴുങ്ങാൻ പറ്റുമോ? കുഴക്കട്ട വിഴുങ്ങിയ പോലെ ഇരിക്കുന്നു നമ്മൾ പറയും, പക്ഷെ കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുന്നു എന്നതിൻ്റെ പിന്നിൽ അർത്ഥം എന്താണ്? അന്തം വിട്ട പോലെ ഇരിക്കും. കുന്തം വിഴുങ്ങി അങ്ങനെ ഇരിക്കുമല്ലോ അല്ലേ? ശരി. അപ്പം ആ കുന്തഹ ഇത് അകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്, നപുംസകവും ആകാം ഇതിന്, കുന്തം എന്നും പറയാം. അപ്പൊ കുന്തഹ. വാഹനം എല്ലാം ഞാൻ എഴുതിയിരിക്കുന്നത് ഏകവചന ശബ്ദങ്ങളാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ ഏത് വേണമെന്ന് നമ്മൾ ആലോചിച്ച് വേണം ചെയ്യാൻ. വാഹനം. മോദകം ഗണേശന്റെ പ്രിയപ്പെട്ട ഭക്ഷണ സാധനം മോദകം, ലഡു. അങ്കുശം ആനയെ പിടിക്കാനുള്ള തോട്ടി, തോട്ടി അങ്കുശം. ഉദരം, ഇതൊക്കെ അങ്കുശം, മോദകം, വാഹനം. ഉദരം വയറ്, ഉദരം, കമലം എല്ലാം അകാരാന്ത നപുംസകലിംഗ ശബ്ദങ്ങളാണ്. ദന്തഹ പല്ല്, കർണഹ ചെവി, ഹസ്തഹ കയ്യ്, നയനം കണ്ണ്, നാസിക മൂക്ക്. വിഷ്ണുഹു വിഷ്ണു ഭഗവാൻ. ഗദാ വിഷ്ണുവിൻ്റെ കയ്യിലുള്ള ആയുധം. ഇത് ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ്. മാല ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദം. സ്കന്ദഹ നമ്മുടെ സ്കന്ദൻ, മുരുകൻ, കാർത്തികേയൻ. ശിവഹ ശിവൻ. ഗണേശഹ ഗണേശൻ. പാർവതി ശിവന്റെ അർദ്ധാംഗിനി പാർവതി. ഇത് ഈകാരാന്ത ശബ്ദമാണ്. വിഷ്ണുഹു എന്നുള്ള പദം ഉകാരാന്ത ശബ്ദമാണ്. ഇത് ഉകാരാന്ത പുല്ലിംഗ ശബ്ദമാണ് വിഷ്ണുഹു. പാർവതി ഈകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ്. പൊതുവേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, പൊതുവേ ഈകാരാന്ത ശബ്ദങ്ങൾ സ്ത്രീലിംഗമാണ്. ഊ, ഈ, ആ ദീർഘമായിട്ടുള്ള ഈ മൂന്നെണ്ണവും വെച്ച് അവസാനിക്കുന്ന പദങ്ങൾ പൊതുവേ സ്ത്രീലിംഗം, പൊതുവെയാണ്. ഇനി ഇപ്പുറത്ത് നോക്കാം. പുഷ്പം പൂവ്, പുസ്തകം പുസ്തകം, കന്തുകം പന്ത് ബോൾ, സിംഹ സിംഹം, മയൂരഹ മയിൽ, മൂഷകഹ എലി. പിന്നെ നമുക്ക് നോക്കാം എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന്. അസ്ഥി, ഇതിൽ ഒരെണ്ണം വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ അസ്ഥി എന്ന് ചേർക്കണം. ഉദാഹരണത്തിന് കൈലാസഹ അസ്ഥി, കൈലാസഹ അസ്ഥി. കൈലാസം ഉണ്ട്, കൈലാസത്തിലാണ് ഈ മീറ്റിംഗ് ഉണ്ടാവുന്നത്, അതുകൊണ്ട് കൈലാസഹ അസ്ഥി. ഇനി സ്തഹ രണ്ടെണ്ണം വരണമെങ്കിൽ ഇവിടെ ഏതാണ് രണ്ടെണ്ണം ഉള്ളത്? നയനം.
നമുക്ക് എല്ലാവർക്കും എത്രയാ കണ്ണുകളുള്ളത്? 2 ആണല്ലോ. നയനം എന്ന് പറയുമ്പോൾ 1 അപ്പം അകാരാന്ത പുല്ലിംഗ നപുംസകലിംഗ ശബ്ദത്തിൻ്റെ നമ്മൾ വിഭക്തികൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ദ്വിവചനം എന്താണ്? നയനം, നയനേ, നയനാനി. അപ്പോൾ നയനേ, അപ്പോൾ 2 കണ്ണുകൾ എന്ന് പറയുമ്പോൾ നയനേ. അപ്പോൾ നയനേ 2 കണ്ണുകൾ ഉണ്ട് എന്ന് പറയാൻ സ്തഹ. നയനേ സ്തഹ. അതുപോലെ വേറെ 2 വരും. ഹസ്തഹ. ഇത് ഹസ്തഹ അകാരാന്ത പുല്ലിംഗ ശബ്ദമായതുകൊണ്ട് അതിൻ്റെ ദ്വിവചനം എന്ത് വരും? ഹസ്തഹ, ഹസ്തൗ, ഹസ്താഹ. അപ്പോൾ ഹസ്തൗ സ്തഹ, ഹസ്തൗ സ്തഹ. പക്ഷെ ഇനി ഓർക്കുക, എല്ലാവരുടെയും കൈകൾ, എല്ലാവർക്കും കൈകളുണ്ടല്ലോ. അപ്പം എല്ലാവരുടെയും കൈകൾ ഒരുമിച്ച് പറയുമ്പോൾ എന്ത് പറയും? ഹസ്താഹ സന്തി. കൈകൾ ഉണ്ട്. ഇപ്പം ദേവി, അഷ്ടഭുജധാരിണിയായിട്ടുള്ള ദേവി, കംസന് പ്രത്യക്ഷപ്പെട്ടല്ലോ ദേവി. അപ്പം ആ ദേവി 8 കൈകൾ. അപ്പോൾ എന്ത് പറയും നമ്മൾ? ഹസ്താഹ. 1 കൈയല്ല, 2 കൈയല്ല, 8 കൈകൾ. അപ്പോൾ 2 മുകളിലാണെങ്കിൽ ഹസ്താഹ സന്തി. പിന്നീടോ കർണഹ. കർണഹ നമുക്ക് 2 കർണങ്ങളുണ്ട്. അപ്പോൾ കർണഹ അകാരാന്ത പുല്ലിംഗ ശബ്ദമായതുകൊണ്ട് അതിൻ്റെ ദ്വിവചനം കർണഹ, കർണൗ. കർണൗ സ്തഹ. ഇനി എല്ലാവരുടെയും ചെവികൾ എന്ന് പറയുമ്പോൾ കർണാഹ സന്തി. കർണാഹ സന്തി. ഇനി ഓരോന്നും നോക്കാം. കുടുംബഃ. ശിവകുടുംബഃ അസ്തി. ദേവകുടുംബാഃ സന്തി. ദേവകുടുംബാഃ. കുടുംബഃ ശബ്ദം അകാരാന്ത പുല്ലിംഗം. അപ്പോൾ ഒരു കുടുംബം കുടുംബഃ അസ്തി, കുടുംബാഃ സന്തി. പാശഃ അസ്തി. ഇനി പാശ ഒരുപാട് എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പോൾ പാശാഃ സന്തി. ശൂലഃ എല്ലാവരുടെയും കയ്യിലും ശൂലില്ലല്ലോ അല്ലേ? ഒരാളുടെ കയ്യിലേ ശൂലുള്ളൂ, ശിവന്റെ കയ്യിൽ. അതുകൊണ്ട് ശൂലഃ അസ്തി. ദേവിയുടെ കയ്യിലും ശൂലമുണ്ടോ? അഷ്ടഭുജധാരിണിയായിട്ടുള്ള ദേവിയുടെ കയ്യിൽ. അപ്പം നമ്മൾ എന്ത് പറയും? ദേവിയുടെ കയ്യിലുണ്ട്, ശിവന്റെ കയ്യിലുണ്ട്. അപ്പം 2. അപ്പോൾ ശൂലൗ സ്തഹ. ശൂലഃ അകാരാന്ത പുല്ലിംഗ ശബ്ദം. അപ്പം അതിൻ്റെ ദ്വിവചനം ശൂലൗ. ശൂലൗ സ്തഹ. കുന്തഃ കുമാരൻ്റെ കയ്യിൽ, സ്കന്ദൻ്റെ കയ്യിലുള്ള കുന്തഃ അസ്തി. ഇനി എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പോൾ കുന്താഹ സന്തി. വാഹനം അസ്തി. പക്ഷെ എല്ലാവരുടെ വാഹനങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് വാഹനം അകാരാന്ത നപുംസകലിംഗ ശബ്ദം. അതുകൊണ്ട് അതിൻ്റെ ബഹുവചനം എന്താകും? വാഹനം. വാഹനേ ദ്വിവചനം, വാഹനാനി ബഹുവചനം. അപ്പോൾ വാഹനാനി സന്തി. മോദകം ഒരാളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ അല്ലേ? അത് പ്രത്യേകതയാണ്. ഗണേശൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ മോദകം. അതുകൊണ്ട് മോദകം അസ്തി. മോദകം പക്ഷേ ഗണേശൻ എന്ത് ചെയ്യുന്നറിയോ? കുറേ എല്ലാവർക്കും ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യാണ്. അവസാനം പോകുമ്പോൾ ലഡ്ഡു എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ എന്താകും? മോദകം. മോദകേ ദ്വിവചനം, മോദകാനി ബഹുവചനം, മോദകാനി സന്തി. പക്ഷെ ആദ്യം പോകുമ്പോൾ എല്ലാവരും കാണുമ്പോൾ ഗണേശൻ്റെ കയ്യിൽ മാത്രമല്ല ഉള്ളത്, വേറൊരാളുടെ കയ്യിലും കൂടിയുണ്ട്. ആരുടെയെന്നറിയോ? ഗണേശൻ്റെ വാഹനം മൂഷകൻ. ഗണേശൻ മൂഷകനും കൊടുക്കും. മൂഷകൻ പാവമല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. നമ്മുടെ സാരഥിമാർക്ക് എല്ലാവർക്കും കൊടുക്കുമല്ലോ ആദ്യം ഭക്ഷണം, എന്നിട്ടല്ലേ നമ്മളും കഴിക്കുകയുള്ളൂ. അപ്പം അതേപോലെ മൂഷകൻ്റെ കയ്യിലും കൊടുക്കും. പക്ഷെ മൂഷകൻ നല്ല ആജ്ഞാകാരിയായിട്ടുള്ള വാഹനമാണ്, സാരഥിയാണ്. എന്തുകൊണ്ട്? ഗണേശൻ പറഞ്ഞാൽ മാത്രമേ കഴിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എലികൾക്ക് ആർത്തിയാണ്, അവർ വലിച്ചു മാറി കഴിക്കും. കറ്റാണല്ലോ തിന്നുന്നത്, മോഷ്ടിച്ചാണ് കഴിക്കുന്നത്. പക്ഷേ ഗണേശൻ്റെ മൂഷികൻ അങ്ങനെയല്ല. ഗണേശൻ നോക്കി നിൽക്കും, എന്നിട്ട് ഗണേശൻ പറയുമ്പോൾ മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പം അവിടെ 2 എന്ന് പറയുമ്പോൾ മോദകേ സ്തഹ. 2 മോദകങ്ങൾ ഉണ്ട്. അങ്കുശം ഒരാളുടെ കയ്യിൽ മാത്രം. ഗണേശൻ്റെ കയ്യിലുള്ള അങ്കുശം നോക്കുകയാണെങ്കിൽ അങ്കുശം അസ്തി. പക്ഷെ ദേവിയുടെ കയ്യിലുണ്ട്, പലരുടെയും കയ്യിലുണ്ട്. അപ്പോൾ അങ്കുശാനി. ഇത് അകാരാന്ത നപുംസകലിംഗം. അപ്പം അങ്കുശം, അങ്കുശേ, അങ്കുശാനി. അപ്പം അങ്കുശാനി സന്തി. ഉദരം. ഗണേശൻ്റെ ഉദരം മാത്രം മതി, വലിയ ഉദരം അല്ലേ? അപ്പോൾ ഉദരം അസ്തി. പക്ഷെ എല്ലാവരുടെ ബാക്കി എല്ലാവരുടെയും കുഞ്ഞു കുഞ്ഞു ഉദരങ്ങളാണെങ്കിലും ഉദരാണി സന്തി. ഉദരാണി എന്ന് വരും. ണ. നമ്മൾ ണത്വവിധാനം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ന എപ്പോഴാണ് ണ ആയിട്ട് വരുന്നതെന്ന്.
ആ നിയമം പോയി നോക്കാം. ഉദരാണി സന്തി. കമലം, ദേവിയുടെ കയ്യിൽ കമലം ഉണ്ടല്ലോ, അപ്പോൾ കമലം അസ്തി. പക്ഷെ ഗണേശൻ്റെ കയ്യിൽ നമുക്ക് കാണാം, വേറെ പലരുടെയും കയ്യിൽ കാണാം. അപ്പോൾ കമലം, കമലാനി, ബഹുവചനം, കമലാനി സന്തി. ദന്തഹ, ഒരാൾക്കും ദന്തഹ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ, ഓരോരുത്തർക്കും പല പല എത്ര പല്ലുകളാണല്ലേ. പക്ഷെ വയസ്സായി ചില അപ്പൂപ്പന്മാർ അമ്മൂമ്മമാരൊക്കെ ഒരു പല്ല് മാത്രം ഇങ്ങനെ തൂങ്ങി നിൽക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ദന്തഹ അസ്തി എന്ന് പറയാം. ഇനി രണ്ട് പല്ല്, ഇപ്പുറത്ത് രണ്ട്, ചിലർക്ക് ഇങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ പറയൂ കാണുമ്പോൾ രാക്ഷസനെ പോലെ ഉണ്ടല്ലോ, കാരണം രണ്ട് പല്ല് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു. അപ്പോൾ ദന്തൗ, ദന്തഹ, ദന്തൗ, ദന്തൗ സ്തഹ. പക്ഷെ പൊതുവേ ആളുകൾക്ക് ദന്താഹ സന്തി. കർണഹ, രണ്ട് കർണങ്ങൾ. അപ്പോൾ കർണൗ സ്തഹ, കർണൗ സ്തഹ. പക്ഷെ ഒരു കർണമുള്ള ഒരാളുണ്ടായിരുന്നു ദേവിയുടെ കൂടെ യുദ്ധം ചെയ്യാൻ. നമ്മുടെ ഈ ദേവി മഹാത്മ്യത്തിൽ ദേവിയുടെ കൂടെ യുദ്ധം ചെയ്യാൻ വരുന്നവരുടെ പല പല വികൃതമായിട്ടുള്ള രൂപങ്ങൾ പറയുന്നുണ്ട്. ചിലർക്ക് ഒരു ചെവിയേ ഉള്ളൂ, ചിലർക്ക് കണ്ണ് ഒന്നേ ഉള്ളൂ, പിന്നെ കണ്ണുള്ളത് മുകളിലാണ്, തലയുടെ മുകളിൽ. അങ്ങനത്തെ വികൃത രൂപങ്ങൾ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കർണം എന്ന് പറയുമ്പോൾ കർണഹ അസ്തി. അല്ലാത്ത പക്ഷം രണ്ട് കർണങ്ങളുള്ള സ്ഥലത്ത് കർണൗ സ്തഹ. എല്ലാവരുടെയും കർണങ്ങൾ ചേർന്ന് പറയുമ്പോൾ കർണാഹ സന്തി. നയനം നമ്മൾ കണ്ടു, നാസിക, നാസിക രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്നല്ലേ ഉള്ളൂ നമുക്ക്. നാസിക ദ്വാരങ്ങൾ രണ്ടെണ്ണം ഉണ്ട്, പക്ഷെ ഒരു. അപ്പോൾ നാസിക അസ്തി. എല്ലാവരുടെയും കൂടി ചേർത്തിട്ടാകുമ്പോൾ ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നാസിക, നാസികേ, നാസികാഹ. അപ്പം നാസികേ ആണ് ദ്വിവചനം, നാസികാഹ ബഹുവചനം. അപ്പം നാസികാഹ സന്തി. വിഷ്ണു ഒരാളേ ഉള്ളൂ അല്ലേ, വിഷ്ണു അസ്തി. ഗദ, വിഷ്ണുവിൻ്റെ കയ്യിൽ മാത്രമാണ് ഈ ഗദ അസ്തി. പല ഗദകളാണെങ്കിൽ ഗദാഹ സന്തി. ഗദാ ആകാരാന്ത സ്ത്രീലിംഗം. അപ്പം ഗദാ, ഗദേ, ഗദാഹ എന്ന് വരും. മാല എല്ലാവരുടെയും കഴുത്തിലുണ്ട്, അതുകൊണ്ട് മാല ആകാരാന്ത സ്ത്രീലിംഗം, മാല, മാലേ, മാലാഹ. ഇതിന് നമ്മൾ ശബ്ദരൂപങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പം ഇത് ക്രിയയാണല്ലോ, അപ്പോൾ ക്രിയയുടെ രൂപങ്ങൾ. അതുപോലെ നമ്മൾ വിഭക്തികൾ കാണുമ്പോൾ നാമപദത്തിൻ്റെ രൂപങ്ങളാണ് ശബ്ദരൂപങ്ങൾ. അപ്പം ഇതെല്ലാം അടങ്ങിയ പുസ്തകങ്ങൾ കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല പുസ്തകം നിങ്ങൾ വായിച്ചാൽ മതി. അപ്പം അതിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി. അത് നോക്കിയിട്ട് എന്നും പാരായണം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബൈ ഹാർട്ടാവും. അപ്പം ഈ ഹിൻസറിൻ്റെ ഒരു ബുക്ക് അവർ പരിശോധന ചെയ്തിട്ട്, അതായത് ശോധന ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു, സിദ്ധരൂപം എന്ന പുസ്തകം. എല്ലായിടത്തും കിട്ടുമെന്ന് എനിക്കറിയില്ല, സിദ്ധരൂപം. അപ്പം ഇതേപോലെ തന്നെ സിദ്ധരൂപം കിട്ടും, അത് വാങ്ങിച്ച് വെക്കുക, വളരെ നല്ലതാണ്. ഇപ്പം എല്ലാം മൊബൈലിൽ നോക്കുന്നവർക്ക് മൊബൈലിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ, കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ശബ്ദരൂപങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് കാണാം. മാലാഹ, മാലാ ആകാരാന്ത സ്ത്രീലിംഗം. അപ്പോൾ മാലാഹ പല മാലകൾ, മാലാഹ സന്തി. സ്കന്ദഹ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് സ്കന്ദഹ അസ്തി. ശിവഹ ഒന്നേ ഉള്ളൂ, ശിവഹ അസ്തി. ഗണേശഹ ഒന്നേ ഉള്ളൂ, ഗണേശഹ അസ്തി. പാർവതി ഒന്നേ ഉള്ളൂ, പാർവതി അസ്തി. പുഷ്പം പല പുഷ്പങ്ങൾ, അപ്പോൾ പുഷ്പാണി, പുഷ്പം, പുഷ്പാണി, പുഷ്പാണി സന്തി. പുസ്തകം ഒന്നേ ഉള്ളൂ. ആരുടെ കയ്യിലാണ് പുസ്തകം ഉണ്ടായിട്ടുണ്ടാവുക? സരസ്വതി ദേവി. അപ്പോൾ സരസ്വതി ദേവിയുടെ പുസ്തകം, പുസ്തകം അസ്തി. കന്തുകം ആരുടെ കയ്യിലാണ് ഉണ്ടാവുക? കളിക്കുന്ന, ചിലപ്പോൾ ഗണേശൻ്റെ കയ്യിലും ഉണ്ടാവാം, മുരുകൻ്റെ കയ്യിലും ഉണ്ടാവാം. ഇവിടെ മോഹിനി അവതാരം ധരിച്ച വിഷ്ണു ഭഗവാന്റെ കയ്യിൽ പന്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു പന്തേ ഉള്ളൂ കേട്ടോ, ഒരു പന്ത് നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ കന്തുകം അസ്തി. സിംഹ ഒന്നേ ഉള്ളൂ, ദേവിയുടെ വാഹനം, സിംഹ അസ്തി. മയൂരഹ മുരുകൻ്റെ വാഹനം, ഒന്നേ ഉള്ളൂ, മയൂരഹ അസ്തി. മൂഷക എലി ഒന്നേ ഉള്ളൂ, അപ്പോൾ മൂഷക അസ്തി. അപ്പോൾ ഇത് വ്യക്തമല്ലേ, സിമ്പിളാണ് അല്ലേ. ഇതെപ്പോഴും ഓർക്കുക, അസ്തി, സ്തഹ, സന്ധി. ക്രിയാപദങ്ങൾ ലിംഗം അനുസരിച്ചല്ല, ഏത് ലിംഗത്തിനാണെങ്കിലും വചനം നോക്കിയാൽ മതി, അത് നമുക്ക് യോജിപ്പിക്കാം. ശംഖഃ, അത് കണ്ടില്ല, യെസ്, ശംഖഃ, ശംഖം അത് പലരുടെയും കയ്യിലുണ്ടാവും അല്ലേ, വിഷ്ണു ഭഗവാന്റെ കയ്യിൽ, ദേവിയുടെ കയ്യിലെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ശംഖാഹ അകാരാന്ത പുല്ലിംഗ ശബ്ദം, ശംഖാഹ ബഹുവചനം, ശംഖാഹ സന്തി. അപ്പം ഇത്രയാണ്. അപ്പം ഇതേപോലെ തന്നെ ഈ ക്രിയാപദത്തിൻ്റെ വേറെയും രൂപങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം.